ഹലോ ഗൈസ്, നമ്മളിന്നൊരു പുതിയ ഗെയിം പ്ലേ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഹൊറർ ഗെയിമാണ് ഗൈസ്. അപ്പം നമ്മുടെ കൂടെ മൾട്ടിപ്ലെയർ കളിക്കാനുള്ളത് അഫ്രുക്കുട്ടനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഹൊറർ ഗെയിമിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ഗോസ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഹലോ ഗൈസ്, നമ്മൾ അടുത്ത ഗെയിം പ്ലേയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു ഹൊറർ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അഫ്രു, എന്താണ് അതിൻ്റെ പേര് പറ. ശരി ഗൈസ്, ഗെയിമിന്റെ പേര് ദി ഗോസ്റ്റ്. സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു നീ ഈ ഇടയിൽ കുത്തിക്കയറ്റി പറയണ്ട ഊളെ ചേട്ടാ. എനിക്ക് ഭ്രാന്തായി ഗൈസ്. ഓക്കെ, തടി വേറെ കേറി ഗൈസ്. ഞാൻ പല നീ എന്താ ഇങ്ങനെ നിക്കണത് മറ്റേ മൂലക്കുരു പിടിച്ച പോലെ. വാ വാ വാ, ഹൈസ്കൂളിൽ കയറവാ. പേടിയുണ്ടടാ, പേടിയുണ്ട. പിന്നെ മറ്റേ സബ്സ്ക്രൈബേഴ്സ് തെറ്റിയിരിക്കും കേട്ടോ, മിണ്ടായിട്ട്. വിളിച്ചേറി ഗെയിം ബഗ്ഗാവുന്നൊന്നുമില്ലല്ലോ നിനക്ക്? എടാ ഒരു സാധനം അല്ല, അത് എനിക്ക് തോന്നിയാണല്ലോ. നീ എന്നോട് ചോദിക്കാതെ ഒന്നും പിടിച്ച് ഞെക്കരുത് കേട്ടോ അപ്രൂ. ഞാൻ ചവിട്ടി ഞാൻ എടുത്തിട്ട്. എടാ ഒരു കീ തപ്പണം. കീ അപ്രൂ ഓർഡർ നോക്ക് പാവം. എടോ ഈ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് കിടന്ന ബഗ് ഉണ്ട് കേട്ടോ. നീ ഇവിടെ ഒരു പുള്ളിക്കാരൻ വേണ്ട, അതാ അവന്റെ ഒപ്പം പോവാ. ബ്രൂവിനെ ഒറ്റയ്ക്കാക്കി. ഹലോ, ജാപ്പനീസുകാരനാണ്. ഇപ്പൊ അപൂർവം പിടിച്ചുവിടും. അവന്റെ പുറകെ പൊക്കോട്ടാ, ഒറ്റയ്ക്കായ എനിക്കറിയില്ല. എടാ എന്താ സാധനം, ഒരു ഇങ്ങനത്തെ ശബ്ദം കേട്ടാ. ഇതെന്താ സാധനം? എടാ ഇതെന്താ സാധനം? എനിക്കും അറിയുന്നില്ല. ടോക്കൺ ആണെന്ന് തോന്നുന്നു. ടോക്കൺ ഫോണ്ടാ കാണിങ്ങ ഫുള്ള് ഇരുട്ട്. ഇവന്മാർക്കൊക്കെ ഒന്ന് KCBന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്ന് ശരിയാക്കി കൂടാ. അപ്പോൾ ഇവിടെയാണ് നാഗവല്ലിനെ തളച്ചിരിക്കണമെന്നാണ് എൻ്റെ മൈൻഡ് പറയുന്നത്. നീ കിണിക്കേണ്ട പരിപാടിയില്ല, സത്യ പറഞ്ഞത് കൂടെ. ശരി, കിണിച്ചുകൊണ്ടിരിക്കണ വീണ്ടും. പേടിപ്പിക്കട്ടോ അബ്രു. പേടിപ്പിച്ച ചവിട്ടി ഞാൻ എടുത്തിട്ട് വായി പിടിച്ച് ചവിട്ടി ഞാൻ. ഗായ്സ്, അവൻ പറയേണ്ട എന്തൊക്കെയൊക്കെ തൂക്കി എടുക്കണം ഭാവി. ഇതിന്റെ അകത്തെന്താ? എന്നെ പുറകെ വാ. എന്താ ഇങ്ങനത്തെ ഒരു ശബ്ദം? അവര് പേടിച്ചു. അയ്യേ, ഞാൻ വാതിലടുത്ത്. നീ എങ്ങനെ പുറത്തു? നീ പുറത്ത് വേണ്ട. അയ്യോ എടാ, ഇവന്മാരെന്തിനാ ഈ ലൈറ്റ് പ്ലിക്കി കളിക്കരുത് വൃത്തിയായിട്ടവന്മാര്. എടാ ഓർഡർ അവരൊരു പേടിപ്പിച്ചേ. പേടിയാവിട്ട് അബ്രു. അബ്രു മറ്റേ ടൂണും കൂടി ഇട്ടാലോ. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. സാധനം
എടോ ഇത് ലൈറ്റ് ബ്ലിങ്ക് ആകുന്നതോടെ നമ്മുടെ കൂടെ വരുന്നുണ്ടാ. അതാ ഒരുത്തൻ ചത്ര. ഞാൻ കണ്ണടയ്ക്കാൻ പോകണ്ട, എനിക്കിതൊന്നും കാണാൻ വയ്യ. നീ എന്താ ആ പ്രതിമയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണത്? പേടിയാണുള്ളത് ഇരിക്കുന്നു. വാഴകളെ വീട്ടിൽ പോടാല്ലോ. ഈ പാതിരാത്രി സ്കൂളിലേക്ക് വരാൻ കിട്ടിയ ഐഡിയ ആയിരുന്നു. ഞാൻ അവനെ തല്ലി കിട്ടും പങ്കായം കൊണ്ട്. എടാ അവർ ഞാൻ സത്യം പറയാലോ, നിന്നെ ചവിട്ടുണ്ട് എടുത്തിട്ട് വാരി പിടിച്ചിട്ട് എൻ്റെ ഒരു. എടാ അതിലെന്താ ചെയ്യണ്ട്? എക്സ്പ്ലോർ നിക്ക് 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 നിക്ക്. എടാ ഞാൻ വായിക്കട്ടെ. എക്സ്പ്ലോർ ദ ഏരിയ, ഫിക്സ് ദ ഫ്യൂസ് ബോക്സ്. ഓക്കെ എടാ അഫ്രു. അയ്യോ 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 അഫ്രു, ഇതൊക്കെ നീ ചെയ്യണ പെരുത്തിട്ടുള്ള വൃത്തിയായിട്ടവരെ. നീ എടാ നീയും ആ പ്രേതം തമ്മിൽ എന്തോ ബന്ധമുണ്ട്. പോയി 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 ചോദിക്കിപ്പോ. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഒരു ഇരുമിന് വേണ്ടിയുണ്ട്. പോടാ അവിടെ നിന്ന്. എനിക്കൊന്നും മനസ്സിലാകണ്ട ഗെയിം. എടാ ഫ്യൂസ് ബോക്സ്, ഫിക്സ് ദ ഫ്യൂസ് ബോക്സ്. ഫ്യൂസ് ബോക്സ് കണ്ടുപിടിക്കണം മൊണ്ണേ. എടാ ശബ്ദം ഉണ്ടാക്കണം. എനിക്ക് വയ്യ ബ്രൂ. എനിക്ക് തോന്നുന്നു മേലെ കയറി പോണെന്ന്. വാ എച്ച് ഗെയിം മലയാളി ഉണ്ട് നിന്റെ കൂടെ. വാ എടാ എടാ അഫ്രു, ഞാൻ സത്യമായിട്ട് ഉപ്പും കേട്ടാ. ഞാൻ ഇങ്ങനത്തെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയ നീ എടാ എടാ നിന്നെ ഉണ്ടല്ലോ. എടാ അവനെവിടെ? അയ്യോ എടോ 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 വാതിലും തുറന്ന് ആരോ താഴെ ഇറങ്ങി വെട്ടാ. ഓടിക്കോ ഓടിക്കോ. നമുക്കൊരു ഹൊറർ വൈബ് ആയാലോ? ആ അതിൻ്റെ ഇടയ്ക്ക് ഹലോ എന്നും പറയാം കേട്ടോ. ചവിട്ടുണ്ട് രണ്ടെണ്ണത്തിനും പിടിച്ചിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കാ. ക്ലാസ് എടുക്കണ ഇതെന്തത്? അസംബ്ലിക്ക് നിൽക്കുക നീ. ഉള്ളിൽ കയറി. എനിക്കൊക്കെ പേടിയാണെങ്കിൽ ഞാൻ ഉള്ളിൽ കയറൂടാ. എടാ ഫ്യൂസ് കിട്ടി. ഓടോ ഒരു എല്ല് മനുഷ്യന്റെ എല്ല്. എടാ ഈ സ്ഥലം ശരിയില്ല, ഓടിക്കോ. എടാ മനുഷ്യന്റെ എല്ലൊക്കെ കിടക്കൂടാ. അതൊക്കെ എടുക്കറാ ഊളെ, എടുക്കറാ. അവ എടുത്തു. നമുക്ക് ഇത് അടച്ചിട്ടിട്ട് പോവാ. പ്രേതത്തിനൊരു ശല്യം അല്ലേ? അങ്ങനത്തെ ശബ്ദമൊക്കെ ഉണ്ടാവും, നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ എടാ അഫ്രു ഇവിടെ വാ, ഒരു കാര്യം പറയട്ടെ. ഇതാ ഈ ജനല് വഴി പുറത്ത് ചാടാൻ പറ്റുമോ നോക്ക്. ഓവർ ഹിയറാ? ആ അവൻ്റെ പുറകെ പോവാ. അവൻ വിളിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പോവാ. ഇപ്പോൾ എൻ്റെ പുറകെ ഉണ്ടല്ലോ. എടാ നീക്ക് വയ്യ അഫ്രു, ശബ്ദമൊക്കെ ഉണ്ടാക്കണം. അഫ്രു നിറയെ പുസ്തകങ്ങൾ. എനിക്ക് പണ്ടേ ഇതൊന്നും ഇഷ്ടമല്ല, മാറുണ്ട്. വെറുപ്പ്. എടാ ഞാനേ വേണമെങ്കിൽ പ്രയത്നത്തിന് മുമ്പിൽ കീഴടങ്ങ. എനിക്ക് ഈ പുസ്തകങ്ങളൊന്നും കാണിക്കില്ല ദയവ് ചെയ്തിട്ട് പ്ലീസ്. എനിക്ക് തോന്നുന്നു എടാ ഞാൻ പറഞ്ഞുതരാം, ഈ പ്രേതത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. പ്രേതം പഠിച്ച് വയ്യാണ്ടായി മരിച്ചതാണ് പാവം. അതാണ് ഇതിൻ്റെ കഥ. ഓക്കെ അഫ്രു, എനിക്കിപ്പോൾ ഒരു ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്യൂസ് ബോക്സിൽ കൊണ്ട് ഇടാനായിരിക്കും ഈ കളിൻ്റെ പ്രത്യേകത. ഓക്കെ നമ്മുടെ കൂടെയുള്ള ഇരുമഞ്ഞാണ്ടി ചെക്കൻ അവിടെ. എടോ ശബ്ദമൊന്നും ഇങ്ങനെ ഉണ്ടാക്കല്ലേ പൊന്നെ, നമ്മളൊക്കെ ലോല ഹൃദയനാണ്, അറിയോ എനിക്ക്.
ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ പ്രേതത്തിന് നേരെ വന്നൊന്ന് പിടിച്ചുകൂടെ ദയവ് ചെയ്തിട്ട്? ഇവന്മാരെന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? അമ്പടാ അവറ് അടാ ഓടി പാവിയേ. ഇത്രയ്ക്കും പേടിയാ? ധൈര്യം ഉണ്ടെങ്കിൽ അതിൽ കൂടെ പോടാ പോടാ. അയ്യേ പേടി ഇത്രയ്ക്കും പാടില്ല, ഞാൻ പോണു. ഇത് പുറം ഭാഗമാണ്. ഇതിനെത്ര പേടിക്കണ? എടാ എല്ലാവരും ഇറങ്ങി പോയിട്ടാ, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എടാ എൻ്റെ കയ്യിലെങ്ങാലും ഈ പ്രയത്നം കിട്ടിയ ഞാൻ ആവാഹനം ചെയ്തിട്ട് അതിന് കുട്ടിയിൽ അടക്കുന്നു. ടോമ അവറു എനിക്ക് ഇനിയൊരു പേടിയില്ലേ? അതെവിടാ പ്രേതം? ഞാൻ അതിന് തട്ടും മിക്കവാറും. കുറെ നേരമായി. എടി പുറത്തേക്ക് പാടി സുമംഗലി. അല്ല പേരെന്താ? അതിന് പേരും മനസ്സിലാകണ്ട. അപ്പുറം എവിടെ നീ? എൻ്റെ പുറകെ വെച്ച് പിടിച്ചോട്ടാ. ഞാൻ എങ്ങടെ പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നാലും നോക്കാം, ഈ വാതിലൊക്കെ തുറന്ന് നോക്കാം കേട്ടോ. ഞാനേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ അശ്ലീലം കെട്ട ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. പിടിക്കുകയാണെങ്കിൽ നേരെ വന്ന് പിടിക്കുക എൻ്റെ പൊന്നു മോളെ. ഇതൊക്കെ നമ്മൾ 5-6 വട്ടം കണ്ട തന്നെ. നിന്റെ തമാശകളി കൂടുന്നുണ്ട്. ഞാൻ ചവിട്ടുണ്ടാ വാരി പറക്കിയിട്ട് നിന്നെ. ഇപ്പൊ മനസ്സിലായി ഈ പ്രയത്തിന്റെ സ്വഭാവം എന്താ. ഐറ്റംസ് കിടക്കണു. വാഴ എന്താണ് ഇതെന്തത്? മനുഷ്യന്റെ എല്ലാണല്ലോ ഇതെന്തത്? ഇവളെന്തത് ബയോളജി ലാബ് തുടങ്ങി വെച്ചിരിക്കുന്നത്? എടാ ഈ പ്രേതത്തിന്റെ പേരെന്താണെന്നറിയോ? ഈ പ്രേതത്തിന്റെ പേരാണ് സുശീല. എന്താണ്? ഓ പ്രേതം സൺസ്ക്രീം ഒക്കെ തേക്കുന്നുണ്ട്. എന്ത് സാധനം? ഇതിലല്ലേ നമ്മളിപ്പോ വന്നത് പുല്ലി. ഈ വീഡിയോ ഇവിടെ എൻ്റെ ആണ് ഗൈസ്. നമുക്ക് ഈ കളി എങ്ങനെ കളിക്കേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ടായിരിക്കും ഇത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഒന്ന് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് നമുക്കിത് കളിക്കാം. അല്ലടാ ബ്രോ? യെസ്. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ വീഡിയോ കണ്ടവരിലൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഓക്കെ ബൈ.